ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഏരിയയിലാണ്. This is called Cambridge City. In Cambridge City, it's a really beautiful city. മനോഹരമായ ഒരു തടാകത്തിലൂടെ ഒരു വഞ്ചിയിലാണ് കേംബ്രിഡ്ജ് കോളേജുകളുടെ മനോഹാരിത ഒപ്പിയെടുക്കാൻ ഞങ്ങൾ യാത്ര തിരിച്ചത്. ഞാനും ഭാര്യയും എൻ്റെ മൂത്ത മകളും ഭർത്താവും കുട്ടിയും ആയിട്ടായിരുന്നു യാത്ര. വഞ്ചി തുഴയുവാനും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം വിവരിക്കുവാനും ഒരാളുണ്ട്. അയാൾ പറയുന്നത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഏകദേശം ഒരു രൂപമൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടി. ഇരുവശവും മനോഹരമായ കോളേജുകളുടെ ദൃശ്യങ്ങൾ. തടാകത്തിന്റെ ഇരുവശവും ഉള്ള യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ 31 കോളേജുകളുണ്ട്. ഓരോ കോളേജിനും സ്വന്തം കെട്ടിടങ്ങളും ചരിത്രവും വിദ്യാർത്ഥി താമസ സൗകര്യങ്ങളും അക്കാദമിക് സംവിധാനങ്ങളുമുണ്ട്. ഇവിടെയുള്ള ട്രിനിറ്റി കോളേജ് ക്യാമ്പസിലെ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലാണ് സർ ഐസക് ന്യൂട്ടൺ തന്റെ ഗ്രാവിറ്റി സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ആ ആപ്പിൾ മരം ക്ലോൺ ചെയ്ത് മറ്റൊരു മരമായി ഇപ്പോഴും അവിടെ സംരക്ഷിക്കുന്നുണ്ട്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ്ടോടെയാണ് ഗുരുത്വാകർഷണം കണ്ടെത്തിയത് എന്ന കഥ പ്രശസ്തമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആപ്പിൾ വീണ സംഭവമാണ് മുഴുവൻ സിദ്ധാന്തത്തിന്റെയും ഏക കാരണം എന്ന് പറയുന്നത് ശരിയല്ല. ആപ്പിൾ താഴേക്ക് വീഴുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ഒരേ ഗുരുത്വബലവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന ചിന്തയാണ് ന്യൂട്ടന്റെ പഠനങ്ങൾക്ക് പ്രചോദനമായത്. നിത്യവും യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് സന്ദർശിക്കുവാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിച്ചേരാറുണ്ട്. എന്തായാലും ഒരു പ്രത്യേക ദൃശ്യ അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു തീരാനഷ്ടമായി മാറിയേനെ. തീർച്ചയായിട്ടും ലണ്ടനിൽ വരുന്നവർ ഈയൊരു വഞ്ചി യാത്രയും കേംബ്രിഡ്ജ് കോളേജ് ക്യാമ്പസിന്റെ ദൃശ്യവിസ്മയവും കാണാതെ മടങ്ങി പോകരുത്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണുവാനുണ്ട്. ആ കാഴ്ചകളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം.